ഡൽഹിയിൽ 3 പേരെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം. വിഷം ചേർത്ത ലഡു നൽകി കൊന്നത് ബാബ എന്ന കമറുദ്ദീൻ. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെയാണ് അന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 പേർക്കും വിഷം കലർത്തിയ ലഡു നൽകിയായിരുന്നു ആ കൊലപാതകം. ബാബ എന്നറിയപ്പെടുന്ന കമറുദ്ദീനാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി. അയാളെ അറസ്റ്റ് ചെയ്തു പോലീസ്. ഒരു സ്വയം പ്രഖ്യാപിത ആൾ ദൈവമാണ് ഈ കമറുദ്ദീൻ. വിഷം കലർത്തിയ ലഡു അത് നിർബന്ധിച്ച് നൽകുകയായിരുന്നു 3 പേർക്കും. ഞായറാഴ്ച വൈകുന്നേരം ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് പീരാഗഡി ഫ്ലൈ ഓവറിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഡ്രൈവറുടെ സീറ്റിലുണ്ടായിരുന്നത് 76 വയസ്സുള്ള ഒരു പുരുഷൻ, മുൻ സീറ്റിൽ 47കാരനായിട്ടുള്ള ഒരു വസ്തു ഇടപാടുകാരൻ, പിന്നിൽ 40 വയസ്സുള്ള ഒരു സ്ത്രീയും. രൺധീർ, ശിവ നരേഷ്, ലക്ഷ്മി ഇവരാണ് കൊല്ലപ്പെട്ട ആ 3 പേർ. സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കുന്നതിനായി ഒരു പൂജ നടത്താമെന്ന് വിശ്വസിപ്പിക്കുകയും അതിൻ്റെ പേരിൽ 3 പേർക്കും വിഷം കലർത്തിയ ലഡു നൽകുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആ കൊലപാതകത്തിന് ശേഷം അവർക്കൊപ്പമുണ്ടായിരുന്ന, അവരുടെ പക്കലുണ്ടായിരുന്ന പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കുകയും ചെയ്തു. അതായിരുന്നു കമറുദ്ദീന്റെ പദ്ധതിയും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഞാൻ വലിയ താന്ത്രിക വിദ്വാനാണ്, ദിവ്യശക്തിയുണ്ട് എന്നൊക്കെ അവകാശപ്പെട്ടാണ് ഈ ബാബ എന്ന് മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിച്ച് അല്ലെങ്കിൽ സ്വയം പറഞ്ഞ് ഈ പണം 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ആക്കി നൽകുമെന്ന് മറ്റുള്ളവരെ, സാധാരണക്കാരെ വിശ്വസിപ്പിച്ച് പറ്റിച്ച് ജീവിച്ചിരുന്ന കമറുദ്ദീൻ. ചോദ്യം ചെയ്യലിൽ ആ കേസിന്റെ വിവരങ്ങൾ കമറുദ്ദീൻ കൂടുതൽ വെളിപ്പെടുത്തി. ലഡുവിൽ ചേർത്ത രാസവസ്തുക്കളിൽ ഉറക്ക ഗുളികകളും ഉൾപ്പെടുത്തിയിരുന്നതായി പോലീസിനോട് അയാൾ പറഞ്ഞു. ആദ്യം ഈ കമറുദ്ദീൻ പുരുഷന്മാരോട് അവരെ ധനികരാക്കുന്ന ചടങ്ങ് നടത്താൻ നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയെ ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങനെയാണ് 40കാരിയായ ലക്ഷ്മി ദേവി, ആ മരിച്ച സ്ത്രീയുടെ പേര് അങ്ങനെയാണ്, ഈ പൂജയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. രൺധീർ, ശിവനരേഷ് സിംഗ് ഈ 2 പേരെയാണ് കമറുദ്ദീൻ തട്ടിപ്പിന് ഇരയാക്കിയത് പോലീസ് പറയും. जो टेक्निकल इनपुट है उसके हिसाब से ये इसमें पता चल रहा था कि कोई पैसों के लालच के कारण लोग इस बाबा के पास आते हैं और ये ऐसा कुछ बताता है कि अगर आप थोड़े पैसे लाएंगे तो धनवर्षा होगी, कुछ सर्कमस्टांसेस बताता है. तो ये लोग जो डिसीज्ड है, इनमें जो लेडी है वो करीब 3-4 महीने से इसके टच में थी और रिसेंट में काफ़ी बार इससे बात कर रही थी, आना जाना हो रहा था. इस दिन भी ये लोग पैसा लेके गए थे कि उसका वो मल्टीप्लाई हो जाएगा. उसके अकॉर्डिंग ये इनके साथ आ रहा था कि जहाँ पे भी धनवर्षा कराएंगे वहाँ पे ये बैठ के अपना जो भी करेगा. और वाइल रिटर्निंग इसने इनको जैसा कि कोई लड्डू में कुछ एक इंग्रेडिएंट्स मिला के दिए पॉइजनस, जिनको अभी असरटेन कर रहे हैं, और जिनके कारण फिर जैसे ही इसको ऐसा लगा कि अब मेरे को उतर जाना चाहिए तो इसने गाड़ी रुकवाई और ये उतर गया. വിഷം കലർത്തിയ ലഡു തയ്യാറാക്കിയാണ് ഈ കൊല്ലപ്പെട്ടവർക്കൊപ്പം ഇയാൾ കാറിൽ സഞ്ചരിച്ചിരുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ കമറുദ്ദീൻ സമ്മതിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം നടത്തി നടപ്പാക്കിയതാണ് എന്നാണ് ഈ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായിട്ടുള്ള ഇപ്പോൾ സംസാരിച്ച സച്ചിൻ ശർമ്മ പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ 4മതൊരാൾ കൂടി ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയതാണ് നിർണായകമായതും ഈ ബാബയിലേക്ക് കാര്യങ്ങളെത്തിയത്. ഈ സംഭവം ഉൾപ്പെടെ 7 കൊലപാതക കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് ഇപ്പോൾ നടന്നത് ഡൽഹിയിലാണ്. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും സമാനമായിട്ടുള്ള കേസിൽ ഇയാൾ നേരത്തെ പിടിയിലായിട്ടുണ്ട് എന്ന് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി.
इस पूरे घटनाक्रम में और इनके मोबाइल्स वगैरह चेक करके ये देखा कि काफ़ी लोग इसके टच में थे और कई लोगों से पूछताछ की गई, तो ये काफ़ी लोगों को इस टाइप का झांसा देने की कोशिश करता रहता है। और इसके जब प्रीवियस इन्वॉल्वमेंट चेक किए गए तो 2 बार अब एज ऑफ नाउ जो पता चला है, 2 बार, एक बार राजस्थान में और एक बार यूपी में ये बंद हो चुका है सिमिलर केसेस के अंदर। और बाकी इन्वेस्टिगेशन में और भी पता चल रहा है कि शायद कुछ केसेस में इसके अगेंस्ट एविडेंसेस नहीं थे, तो ये आगे बुक नहीं हो पाया। तो दैट्स व्हाई वी आर स्टिल वर्किंग ऑन द मैटर. ഈ മൃതശരീരത്തിൽ പരിക്കേറ്റ പാടുകളോ അത്തരത്തിൽ ഒരു ബലപ്രയോഗത്തിന്റെ യാതൊരു ലക്ഷണങ്ങളോ കാണാതിരുന്നതിനാൽ ആത്മഹത്യയാണ് എന്നായിരുന്നു ആദ്യം കരുതിയത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബാബ അറസ്റ്റിലാവുന്നത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് സ്വദേശിയാണ് ഈ ബാബ. അവിടെ ഒരു താന്ത്രിക് സെന്ററൊക്കെ ഇയാൾ നടത്തുന്നുണ്ട്. മരിച്ച 3 പേരുടെയും വിശ്വാസം അയാൾ നേടിയെടുത്തിരുന്നു. ഇയാൾ ഇവർക്കൊപ്പം കാറിൽ യാത്രയും ചെയ്യുമായിരുന്നു. നേരത്തെ പോലീസ് പറഞ്ഞ പോലെ ഏതാണ്ട് 3 മാസക്കാലമായി ആ സ്ത്രീയുമായി ഇവർ സംസാരിക്കുന്നതൊക്കെ ടെലിഫോൺ പരിശോധിച്ചപ്പോൾ വ്യക്തമായി. യാത്രയ്ക്കിടെ മദ്യവും ശീതളപാനീയവും ലഡുവും കഴിക്കാൻ 3 പേരെയും ഈ ബാബ നിർബന്ധിച്ചു. ആ ലഡുവിലായിരുന്നു വിഷം അടങ്ങിയിരുന്നത്. ആത്മഹത്യയാണെന്ന് ആദ്യ നിഗമനം. അത് അവിശ്വസനീയമായിരുന്നു ഈ 3 പേരുടെയും കുടുംബാംഗങ്ങൾക്ക്. ആ കുടുംബാംഗങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, ഇല്ല, ഇവർ ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെയാണ് പോലീസ് ഒരു കൊലപാതകത്തിന്റെ സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. हमने भी मीडिया के द्वारा पता लगता है ये यही बता रहे हैं भाई ये तांत्रिक मिले हैं। पहले शुरुआत में तो पुलिस ने हमारे से भी यही बोला भाई आत्महत्या का वो लग रहा है। हमने तो ये पता था कि भाई ये आत्महत्या कर नहीं सकता हमारा भाई, क्योंकि वो हमको ही बहुत समझाया करता। वो तो बहुत बज्जर के साथ आदमी था ना, कच्चा नहीं था, वो पक्का आदमी था। ഈ ലഡു കഴിച്ചതിന് പിന്നാലെ 3 പേരും ബോധരഹിതരായി. ഇതോടുകൂടി വാഹനത്തിൽ നിന്ന് പണവും എടുത്ത് കമറുദ്ദീൻ കടന്നു കളയുകയാണ് അന്നുണ്ടായത്. ഇതാണല്ലോ ബുധനാഴ്ചയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു കൂടുതൽ ക്രൈമുകൾ, കൂടുതൽ കൊലപാതകങ്ങളിൽ ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ള പോലീസിന്റെ സംശയം, നിഗമനമൊക്കെയാണ് ഇനി കൂടുതൽ ചർച്ചയാകുന്നത്. ഈ പണം ഇരട്ടിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ പറ്റിക്കുന്ന ഇത്തരം ബാബമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.